ഇന്നലെ റിലീസായ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിന്റെ പ്രിന്റ് ടെലഗ്രാമിലെത്തി. പ്രിന്റ് ഫിലിം എന്ന ഐഡിയിലാണ് സിനിമയുടെ തിയേറ്റർ പ്രിന്റ് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച റിലീസായ പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാത്ര 2 എന്നീ സിനിമകളും ടെലഗ്രാമിലൂടെ ചോർന്നു. VS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, വലിയ പ്രേക്ഷക പ്രശംസ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മമ്മൂട്ടി ചിത്രത്തിന് ഉൾപ്പെടെ വ്യാജ പതിപ്പാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് നടപടിയാണ് ഇപ്പോൾ ഇതിൽ കൈക്കൊള്ളുന്നത്? വിനീത, ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ വലിയ തരംഗമായി മാറുമ്പോഴാണ് അതിൻ്റെ പ്രിന്റുകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ടെലിഗ്രാമിൽ പ്രത്യേക ഗ്രൂപ്പുകൾ വഴി, ഓപ്പൺ ഗ്രൂപ്പുകളുമുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ ഗ്രൂപ്പുകളുമുണ്ട്. ഈ ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തരത്തിൽ പ്രിന്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന് പുറത്തു നിന്നാണ് ഇത്തരം പ്രിന്റുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാപകമായി ഇത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നുണ്ട്, കേരളത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഭ്രമയുഗത്തിൻ്റെ പ്രിന്റുകൾ, ഭ്രമയുഗം സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ആ പ്രിന്റുകൾ ടെലഗ്രാമിൽ ലഭ്യമായി എന്നുള്ളതാണ്. അത് പ്രിന്റ് ഫിലിംസ് തുടങ്ങി പല പേരുകൾ. ഇതിപ്പോൾ പ്രിന്റ് ഫിലിം എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്, നമ്മൾ കണ്ടൊരു പേരാണ്. ഇതുപോലെ ധാരാളം പേജുകളിൽ, ധാരാളം ഗ്രൂപ്പുകളിൽ, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ പ്രിന്റുകൾ വരുന്നുണ്ട്. ഇത് ഭ്രമയുഗം ഏറ്റവും ഒടുവിലാണ്. കഴിഞ്ഞ ആഴ്ച റിലീസായ അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്ന് പറയുന്ന സിനിമ, അതുപോലെ പ്രേമലു എന്ന് പറയുന്ന സിനിമ, ഇത്തരത്തിൽ ഏറ്റവും പുതിയ സിനിമകളുടെ പ്രിന്റുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈറസിക്കെതിരെ സംസ്ഥാന സർക്കാരും പോലീസും നടപടിയെടുക്കണം എന്നുള്ളത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. ഭ്രമയുഗം സിനിമയുടെ സംവിധായകൻ ഈ വാർത്ത പുറത്തു വന്ന ശേഷം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. സംവിധായകൻ നമ്മോട് അറിയിച്ചിട്ടുള്ളത് നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന, തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സിനിമകളുടെ പ്രിന്റുകൾ പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളത് ആ സിനിമയുടെയും സിനിമയുടെ നിർമ്മാതാക്കളുടെയും ഒക്കെ വലിയ തിരിച്ചടിയാവാൻ പോകുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം പ്രിന്റുകൾ പ്രചരിപ്പിക്കുന്നതിനിടെ എതിരെ പൈറസി ആക്ട് പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. രഞ്ജിത്ത്, നേരത്തെ തന്നെ ഇത്തരത്തിൽ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ്. നിയമം കൂടുതൽ ശക്തമാക്കുമെന്ന് അറിയിച്ചത്. ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്നാണ് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അതൊക്കെ ഒരു ചോദ്യമാണ്. കാരണം കേരളത്തിന് പുറത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്നാണെന്ന് പറയുന്നു, ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള സംഘമാണെന്ന് പറയുന്നു, ചിലർ വിദേശത്താണെന്നാണ് സൈബർ ടീമുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിദേശത്തു നിന്നൊക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവരെ കണ്ടെത്താൻ പോലും പോലീസിന് വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ടെലിഗ്രാം പോലുള്ളൊരു മീഡിയം ആയതിനാൽ, ടെലിഗ്രാം വളരെ സീക്രട്ട് ആയിട്ടുള്ള, രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളാണല്ലോ. സ്വാഭാവികമായിട്ടും ടെലിഗ്രാമിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇതിൻ്റെ അപ്ലോഡിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിവരം ശേഖരണമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം ടെലിഗ്രാം പോലുള്ളൊരു മാധ്യമം ഇത് അപ്ലോഡ് ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. ഏതായാലും വലിയ തോതിൽ ഇത്തരത്തിൽ ലിങ്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സിനിമകൾ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ പ്രിന്റുകൾ, അതും പഴയ ഒരു തിയേറ്റർ പ്രിന്റ് എന്ന രീതിയിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രിന്റുകൾ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ തിയേറ്റർ പ്രിന്റുകളേക്കാൾ കൂടുതൽ മികച്ച ക്വാളിറ്റിയുള്ള, തിയേറ്ററിൽ കാണുന്ന അതേ ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രിന്റുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. പഴയ കാലത്ത് തിയേറ്റർ പ്രിന്റുകളൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടാകാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രിന്റുകൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് കൂടി ഒരു വെല്ലുവിളിയാണ്. ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇതിൽ ശക്തമായി ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ സമ്മർദ്ദം സർക്കാരിൽ ഉണ്ടാവേണ്ടതുണ്ട്, പോലീസിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ലിങ്കുകളെക്കുറിച്ച്, ഇത് അപ്ലോഡ് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് നടപടികൾ ഉണ്ടായേ മതിയാകൂ. കാരണം സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കകമാണ് ടെലഗ്രാമിൽ ഇത്തരത്തിൽ വ്യാജ പതിപ്പുകൾ വരുന്നത് എന്നതാണ്.